മുഗൾ ഭരണാധികാരി അക്ബറിനെ പ്രശംസിക്കുന്ന അധ്യായങ്ങൾ പാഠപുസ്തകങ്ങളിൽ നിന്ന് ഒഴിവാക്കാനൊരുങ്ങി രാജസ്ഥാൻ സർക്കാർ. അധിനിവേശ ശക്തികളായ മുഗളന്മാരെയും ഇവിടുത്തെ രാജാക്കന്മാരെയും താരതമ്യം ചെയ്യുന്നത് രാഷ്ട്രത്തോട് ചെയ്യുന്ന പാപമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി മദൻ ദിൽവാർ പ്രതികരിച്ചു. ഛത്രപതി ശിവജി, വി.ഡി. സവർക്കർ എന്നിവരെപ്പറ്റി കൂടുതൽ അധ്യായങ്ങൾ ഉൾപ്പെടുത്തുമെന്നും രാജസ്ഥാൻ വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, എന്താണ് രാജസ്ഥാൻ സർക്കാർ വരുത്തുന്ന മാറ്റം? കൃഷ്ണരാജെ, ഈ മുഗളന്മാരുമായി ബന്ധപ്പെട്ട പാഠപുസ്തകങ്ങൾ, അതായത് അധിനിവേശ ശക്തികളായി രാജ്യത്തെത്തി ഇവിടെ വലിയ അതിക്രമങ്ങൾ നടത്തിയിട്ടുള്ള മുഗൾ ഭരണാധികാരികൾ, അത് ബാബറും അക്ബറും ഒക്കെ തുടങ്ങി ഔറംഗസേബ് ഉൾപ്പെടെ ധാരാളം ആളുകളുണ്ട്. അത്തരം ഭരണാധികാരികളെ പുകഴ്ത്തുന്ന രീതിയിലുള്ള പാഠപുസ്തകങ്ങളിലെ അധ്യായങ്ങൾ അത് പൂർണ്ണമായി തന്നെ ഒഴിവാക്കണം എന്നതാണ് രാജസ്ഥാനിലെ സർക്കാരിൻ്റെ ഇപ്പോഴത്തെ നിലപാട്. ഇക്കാര്യം രാജസ്ഥാൻ വിദ്യാഭ്യാസ മന്ത്രി തന്നെയാണ് നിലപാട് വ്യക്തമാക്കിയത്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് അക്ബറിനെയും മറ്റും പ്രശംസിക്കുന്നത്, അതായത് രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കെതിരെ പ്രവർത്തിച്ച, ഇവിടേക്ക് കടന്നു വന്ന് ഇവിടുത്തെ ജനങ്ങളെ അടിമകളാക്കിയ അക്ബറിനെ പോലുള്ള ആളുകളെ പ്രശംസിക്കുകയും റാണ പ്രതാപനെ പോലെയുള്ള ഹിന്ദു രാജാക്കന്മാരെ ഇകഴ്ത്തി കാണിക്കുകയും ചെയ്യുന്നത് ഈ നാടിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാപമാണ് എന്നാണ് രാജസ്ഥാൻ വിദ്യാഭ്യാസ മന്ത്രി ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കുമ്പോൾ വ്യക്തമാക്കിയത്. മാത്രമല്ല, ഛത്രപതി ശിവജിയെ പോലെയുള്ള ഭാരതത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുകയും ഹിന്ദു ഏകീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ശിവജി മഹാരാജാവ്, അതോടൊപ്പം തന്നെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ വി.ഡി. സവർക്കറിനെ പോലെയുള്ള ദേശസ്നേഹികളുടെയും ദേശാഭിമാനികളുടെയും അധ്യായങ്ങൾ കൂടുതലായി പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തുകയും വേണം. അതാണ് പുതിയ തലമുറയെ പഠിപ്പിക്കേണ്ടത് എന്ന നിലപാടാണ് രാജസ്ഥാൻ വിദ്യാഭ്യാസ മന്ത്രി മുന്നോട്ട് വെച്ചത്. ഈ വിഷയത്തെപ്പറ്റി പഠിക്കുന്നതിനായി ഒരു പ്രത്യേക കമ്മിറ്റിയെ നിയോഗിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതായത് ഗൗതം, ഈ ചരിത്ര വിവരണങ്ങളിലെ വസ്തുത വരും തലമുറ മനസ്സിലാക്കണം എന്ന് തന്നെയല്ലേ രാജസ്ഥാൻ വിദ്യാഭ്യാസ മന്ത്രി ഈ കാര്യത്തിലൂടെ പറയുന്നതും? രജനി, അതുതന്നെയാണ്. അതായത് സാധാരണയായി ഈ വിവാദം ഇപ്പോൾ രാജസ്ഥാനിൽ മാത്രം രൂപപ്പെടുന്നതല്ല, രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ വിഷയം നടക്കുന്നുണ്ട്. BJP സർക്കാരുകൾ വിശദീകരിക്കുന്നത് അധിനിവേശം നടത്തി ഇവിടുത്തെ ജനങ്ങളെ അടിമകളാക്കുകയും പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തിന് ജസിയ പോലെയുള്ള നികുതികൾ ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്ത ഭരണാധികാരികളാണ് മുഗളന്മാരും, അതല്ലെങ്കിൽ അതിന് മുൻപ് വന്നിട്ടുള്ള ഗസ്നിയും ഗോറിയും ഡൽഹി സുൽത്താനേറ്റും ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ള രാജ്യത്തെ കടന്നു വന്ന് ഇവിടുത്തെ ഹിന്ദു ക്ഷേത്രങ്ങൾ തകർക്കുകയും അതല്ലെങ്കിൽ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന സമൂഹത്തെ ദ്രോഹിക്കുകയും ചെയ്ത ആളുകളെ പ്രൈസ് ചെയ്യുന്ന പാഠങ്ങൾ അല്ലെങ്കിൽ അത്തരം അധ്യായങ്ങൾ പാഠപുസ്തകങ്ങളിൽ നിന്നും ഒഴിവാക്കണമെന്നത് BJP സർക്കാരുകളുടെ പ്രഖ്യാപിതമായ നയമാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ BJP സർക്കാരുകൾ ഈ പാഠപുസ്തകങ്ങളിൽ നിന്നും ഈ മുഗൾ ഭരണാധികാരികളെയും മറ്റും പുകഴ്ത്തുന്ന അത്തരം ചാപ്റ്ററുകൾ ഒഴിവാക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കും. ശരി ഗൗതം.